നമുക്ക് പ്രാർത്ഥിക്കാം. ജോയ്സ്, നമുക്ക് ഇപ്പോൾ ഏറ്റവും അടുത്തായി വരുന്ന മറ്റൊരു ഇൻഫർമേഷനാണ് ഇപ്പോൾ ജോർജി പറഞ്ഞ് നിർത്തിയതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ദുബായിൽ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ അറ്റാക്ക് നടന്നിരിക്കുകയാണ്. ദുബായിലെ ഇന്റർനാഷണൽ സിറ്റി അതുപോലെ തന്നെ ക്യുസൈസ് എന്ന് പറയുന്ന ഈ രണ്ട് മേഖലയിലാണ് ഏറ്റവും വലിയ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ആൾനാശമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. ഇതോടുകൂടി 6 ഗൾഫ് രാജ്യങ്ങളാണ് മൊത്തം ഇപ്പോൾ ആക്രമണത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പറഞ്ഞ ഇന്റർനാഷണൽ സിറ്റി അതുപോലെ ക്യുസൈസ് എന്ന് പറയുന്ന ഈ രണ്ട് മേഖലകൾ മലയാളികൾ അടക്കമുള്ള നിരവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ്. അതുപോലെ ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മേഖലകളിൽ മറ്റ് പ്രധാന ടൗണുകളെ അപേക്ഷിച്ച് റെന്റ് അടക്കമുള്ള ചിലവുകൾ കുറവായതിനാൽ അവിടെ ഒരുപാട് ജനങ്ങൾ, കുടുംബങ്ങളായിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഇന്റർനാഷണൽ സിറ്റി എന്ന് പറയുന്നത്, ക്യുസൈസ് എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്ന അറ്റാക്ക് അത് ശരിക്കും ജനങ്ങളെ പോയിന്റ് ചെയ്ത് അത് ജനനാശമുണ്ടാക്കാൻ വേണ്ടി തന്നെ ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരു അറ്റാക്കായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും ഇറാന്റെ ഒരു അവസ്ഥ ശരിക്കും ജോർജ് എനിക്ക് തോന്നുന്നു